യുവനടിയുടെ ആരോപണത്തിന് പിന്നാലെ ഉണ്ടായ വിവാദങ്ങളിൽ ഗത്യന്തരമില്ലാതെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. കുറ്റം ചെയ്തിട്ടല്ല രാജിയെന്നും നേതൃത്വമോ നേതാക്കളോ രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം. അടൂരിലെ വസതിയിൽ മാധ്യമങ്ങളെ കണ്ട രാഹുൽ ന്യായീകരണങ്ങൾക്കൊടുവിലാണ് രാജി പ്രഖ്യാപനം നടത്തിയത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ്. ആ രാജിവെക്കുന്നത് ഞാൻ കുറ്റം ചെയ്തതുകൊണ്ടല്ല, എന്നെ ന്യായീകരിക്കേണ്ടെന്ന ബാധ്യതയല്ല പാർട്ടി പ്രവർത്തകർക്കുള്ളത്. പാർട്ടി പ്രവർത്തകർ ആർജവത്തോടുകൂടി ഈ സർക്കാരിൻ്റെ കൊള്ളരുതായ്മകൾക്കെതിരെ ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടി പ്രവർത്തകർ ആഞ്ഞടിക്കും. അത് സൈബറിടത്തിൽ, തെരുവിൽ, പ്രക്ഷോഭങ്ങളിൽ, മാധ്യമങ്ങളിൽ ഞങ്ങൾ ആഞ്ഞടിക്കും. ആ ആഞ്ഞടിക്കേണ്ട സമയത്ത് തന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കലല്ല കോൺഗ്രസ് പ്രവർത്തകരുടെ ബാധ്യത എന്നുള്ളത് കൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ സമയത്തെ കൂടി മാനിച്ചുകൊണ്ട് അവർക്ക് വലിയ ജോലിയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും വരികയാണ്. അപ്പോൾ അവർ ആ ജോലിയാണ് ചെയ്യേണ്ടത്. എന്നാൽ വിവാദങ്ങൾ ശക്തമായതോടെ രാഹുലിനെ നേതൃത്വം കൈയൊഴിയുകയായിരുന്നു. ആരായാലും മുഖം നോക്കാ നടപടി ഉണ്ടാകും എന്നായിരുന്നു വിവാദങ്ങളിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആദ്യ പ്രതികരണം. പാർട്ടിക്കകത്തുള്ള ഏത് നേതാവിനെതിരായിട്ടും ഇതുപോലെ ഗുരുതരമായ ആരോപണങ്ങൾ വന്നാൽ പാർട്ടി അത് ഗൗരവമായി പരിശോധിക്കുകയും മുഖം നോക്കാതെ നടപടിയെടുക്കുകയും ചെയ്യും. ഒരു വിട്ടുവീഴ്ചയില്ല. ആരായാലും അത് കർശനമായി പാർട്ടി അത് കൈകാര്യം ചെയ്യും. ഞാൻ പറയല്ല, മുഖം നോക്കാതെ നടപടിയെടുക്കും. ആരായാലും, എത്ര വലിയ നേതാവായാലും ഒരു വിട്ടുവീഴ്ച അക്കാര്യത്തിൽ ഉണ്ടാവില്ല. അക്കാര്യത്തിൽ ഞാൻ തന്നെ മുൻകൈ എടുക്കും. പരാതി പരിശോധിച്ച് അതിൻ്റെ എല്ലാ വശങ്ങളും നോക്കി അയാൾക്കത് പറയാനുള്ള, ആരോപണ വിധേയനായ ആൾക്ക് മറുപടി പറയാനുള്ള ഇതുകൂടി കൊടുത്ത് നടപടിയെടുക്കുക. അങ്ങനെയാണ് പാർട്ടിയിലൊരു പ്രൊസീജിയർ ഉണ്ട്. സംസ്ഥാനത്തുടനീളം രാഹുൽ മാങ്കൂട്ടത്തിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമെതിരെ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടായി. എ വി ജയശങ്കറും സലീം മാലിക്കുമാണ് വാർത്തയുടെ വിവരങ്ങളുമായി ആദ്യം ചേരുന്നത്. ജയശങ്കറിലേക്ക് ആദ്യം. ജയശങ്കർ, ആദ്യഘട്ടത്തിൽ രാജി നിങ്ങളീ പറയും പോലെ രാജി വെച്ചിട്ടില്ല എന്നാണ് രാഹുൽ പറഞ്ഞത്. അതിനുശേഷം കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം രാജി വെക്കുകയാണ്. പക്ഷേ അത് ഞാൻ കുറ്റം ചെയ്തുകൊണ്ടല്ല, ഈ പറയുന്ന പാർട്ടി പ്രവർത്തകർ തനിക്ക് വേണ്ടി സമയം ചെലവഴിക്കേണ്ടതില്ല എന്നൊക്കെയുള്ള ന്യായത്തോടെയായിരുന്നു ആ രാജി. രാജിക്ക് ശേഷം ഈ രാഹുലിന്റെ വീട്ടിലേക്ക് ആരെങ്കിലും എത്തുന്നുണ്ടോ? അവിടെ പ്രതിഷേധ പ്രകടനങ്ങൾക്കുള്ള സാധ്യതയുണ്ടോ? ജയശങ്കർ. ആശ്മി, ആരോപണങ്ങൾക്കൊടുവിൽ പൊറുതിമുട്ടി വേറെ വഴിയില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കുകയായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. കാരണം അത്രമാത്രം സമ്മർദ്ദം കഴിഞ്ഞ 12 മണിക്കൂറിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ്, KPCC അധ്യക്ഷൻ തുടങ്ങി അങ്ങ് ഹൈക്കമാൻഡിൽ നിന്ന് വരെ രാജിക്ക് വേണ്ടിയുള്ള വിളി വന്നു. ആ വിളികൾക്കൊടുവിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റ ഇമെയിലിൽ രാജി സംസ്ഥാന നേതൃത്വത്തിന് നൽകി പാർട്ടിക്ക് മുമ്പിൽ കീഴടങ്ങിയത്. രാജിവെച്ചതിന് ശേഷം കൃത്യമായി ഇതിനെല്ലാം തന്നെ ന്യായീകരിക്കുന്ന രീതിയിൽ ധാർമ്മികതയുടെ പേരിൽ മാത്രം രാജി എന്ന ഒറ്റവാക്കിൽ കാര്യങ്ങൾ ഒതുക്കുകയായിരുന്നു. നിയമത്തിൻ്റെ വഴിക്ക് പോയാൽ താൻ നിയമപരമായ വഴിയിൽ തന്നെ കാര്യങ്ങൾ നീക്കുമെന്നും രാഹുൽ പറഞ്ഞു. എന്തായാലും രാഹുൽ രാജിവെച്ചതിന് ശേഷവും രാഹുലിൻ്റെ അടൂരിലെ വസതിയിലേക്ക് വിവിധ പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു. DYFI പ്രവർത്തകർ വീടിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയതിനു ശേഷം സ്ഥാപിച്ച പോസ്റ്റാണിത്. ഈ പോസ്റ്റിൽ അവരുടെ പ്രതിഷേധം എന്താണ്, അവരുടെ ആവശ്യം എന്താണെന്നെല്ലാം തന്നെ ഈ പോസ്റ്റിൽ വ്യക്തമായിട്ട് തന്നെ ഉണ്ട്. അടൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ പേരിലാണ് DYFI പോസ്റ്റർ ഇവിടെ സ്ഥാപിച്ച് എന്തായാലും മടങ്ങിയിരിക്കുന്നത്. അതിനുശേഷം AYF വീട്ടിലേക്ക് അല്പസമയം മുമ്പാണ് ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഒപ്പം തന്നെ ഇങ്ങോട്ടേക്ക് വിവിധ മറ്റ് സംഘടനകളുടെയും മാർച്ചുകൾ വരും മണിക്കൂറുകൾ ഉണ്ടാകും. BJP 4 മണിക്ക് ശേഷം BJPയുടെ പ്രാദേശിക ഘടകത്തിൻ്റെ മാർച്ചുണ്ട്. വലിയ പോലീസ് സന്നാഹം തന്നെ വീടിന് മുന്നിൽ നിലവിലുണ്ട്. കാരണം ഇത്രയും ദിവസം തുറന്ന വീടായിരുന്നു, ഗേറ്റ് ഇല്ലാത്ത വീടാണ് രാഹുലിൻ്റെ വീട്. പക്ഷേ ഇപ്പോൾ ബാരിക്കേഡുകൾ വെച്ചിട്ടുണ്ട്, വലിയ പോലീസ് വലയമുണ്ട്. കാരണം വിവിധ സംഘടനകളുടെ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്രമാത്രം സുരക്ഷയിലേക്ക് കാര്യങ്ങൾ നിലവിൽ കടന്നിരിക്കുന്നത്. 4 മണിക്ക് ശേഷം BJPയുടെ പ്രതിഷേധം ഉണ്ടാകും. അവരും പാലക്കാട് വിഷയം കൂടി അവരുടെ മുന്നിലുണ്ട്. പാലക്കാട് കൂടി രാഹുൽ അവരെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ എതിരാളിയാണ്. അതിൻ്റെ കൂടി കടം അവർക്ക് അടൂരിൽ തീർക്കാമെന്നൊരു പദ്ധതി അവർക്കുണ്ട്. അതിനാൽ വലിയ പ്രതിഷേധം BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകും. എന്തായാലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദം രാജിവെച്ചെങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം കൂടി രാജിവെക്കണമെന്നൊരു നിലപാടിലാണ് BJP ഉൾപ്പെടെയുള്ള കക്ഷികളുള്ളത്, CPM ഉള്ളത്.
എന്നുള്ളത്. അങ്ങനെ വലിയ പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലനിൽക്കുന്നുണ്ട്. വീടിന് മുന്നിൽ വലിയ കാവലൊരുക്കിയിട്ടുണ്ട്. എന്തായാലും രാഹുൽ നിലവിൽ പറയുന്നത് ധാർമ്മികയുടെ മുകളിൽ രാജി വെച്ചിരിക്കുന്നു, തനിക്കെതിരെ മറ്റു പരാതികളൊന്നും തന്നെയില്ല.